ഒരിക്കൽ കൂടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിന് ശക്തിയോടെ വിശ്വാസത്തോടെ കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. ഹല്ലേലൂയ. നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിൻ്റെ തെളിവായിട്ടാണ് ഇന്ന് മാന്യ സുഹൃത്ത് ഈ മീറ്റിങ്ങിൻ്റെ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നത്. നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. പറഞ്ഞേ, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. ഈ പ്രാരംഭത്തിൽ നിങ്ങളത് പറയണം, എങ്കിലേ ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമാകത്തുള്ളൂ. ടൈപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിടണം, എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമാണ് നമുക്ക് വെളിപ്പാടുകൾ തരുന്നത്. നമ്മുടെ വെളിവ് കേടിൽ നിന്ന് നമ്മെ വെളിപ്പാടിലേക്ക് നയിക്കുന്ന ഒരു ദൈവം ഉണ്ട്. ഒന്നുകൂടെ, നമ്മുടെ വെളിവ് കേട് എന്ന ബോണ്ടേജിൽ നിന്ന് വെളിപ്പാട് അല്ലെങ്കിൽ റെവലേഷൻ എന്ന് പറയുന്ന ഒരു ഹയർ ഇളത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ കൈകളിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനെ അവിടുന്ന് വെളിപ്പാടിലേക്ക് കൊണ്ടുപോകുകയും താനായിരിക്കുന്ന എല്ലാ അന്തരീക്ഷത്തിൽ തൻ്റെ മുന്നേറ്റത്തെയും വളർച്ചയെയും തടയുന്ന സകല ബോണ്ടേജിൽ നിന്നും ആ വെളിപ്പാടിലൂടെ അവനെ പുറത്തു കൊണ്ടുവന്ന് അവനെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. അതിന് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു ഗാർഡിയനാണ് ഹോളി സ്പിരിറ്റ്. ഈ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് പേരെ, അല്ലെങ്കിൽ നാം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ പോലും മനസ്സിലാക്കാത്ത ഇൻവിസിബിൾ ബോണ്ടേജുകളുണ്ട്. അദൃശ്യമാകുന്ന മണ്ഡലത്തിലെ അദൃശ്യമായി കിടക്കുന്ന ബന്ധനങ്ങൾ. എനിക്ക് ഇവിടെ പൗഡർ പറ്റിയിരിപ്പുണ്ടെന്ന് കണ്ണാടി നോക്കിയിട്ട് മനസ്സിലാക്കാതിരിക്കുന്ന ഞാൻ, എൻ്റെ മുഖത്തൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഡയറക്റ്റായിട്ട് ക്യാമറയെ ഫോക്കസ് ചെയ്യും. എന്നാൽ ആരെങ്കിലും ഒരു വ്യക്തി ചൂണ്ടി, പാസ്റ്റർ അവിടെ അങ്ങയുടെ മുഖത്ത് ഈ ഭാഗത്ത് പൗഡർ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം കണ്ണാടിയിലേക്ക് നോക്കുകയും അത് തൂത്ത് കളഞ്ഞിട്ട് ഞാൻ നിങ്ങളെ ഫേസ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ആക്ച്വലി ഹോളി സ്പിരിറ്റ് നമ്മുടെ ലൈഫിൽ ചെയ്യുന്നത്. നമ്മൾ ഒരേ സമയം മാനുഷികമായും ആത്മീയമായും ചിന്തിക്കുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം അധികമായി നാം കേൾക്കാൻ തയ്യാറാകുന്ന ഒരു കീഴ്വഴക്കത്തിലേക്ക്, ഒരു സബ്മിസീവ് മൈൻഡിലേക്ക്, സറണ്ടർ ചെയ്യുന്ന ഒരു ലൈഫിലേക്ക് ഞാനും നിങ്ങളും ഉയരുകയാണെങ്കിൽ, നാം സറണ്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഉയർച്ചയാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ എവിടെയെങ്കിലും സറണ്ടർ ചെയ്യുക എന്ന് പറയുമ്പോൾ കീഴടങ്ങുക, അതൊരു താഴ്ചയാണ് മാനുഷികമായി കുറിക്കുന്നത്. എങ്കിൽ വിശുദ്ധ ബൈബിൾ പ്രകാരം ആത്മീയ റിലത്തിൽ അതിൻ്റെ ചട്ടം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി ദൈവത്തിനും ദൈവത്തിൻ്റെ വചനത്തിനും തൻ്റെ പരിശുദ്ധ ആത്മാവിനും സറണ്ടർ ചെയ്യുകയാണെങ്കിൽ, സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ, അവനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ദൈവരാജ്യം സംബന്ധിച്ച് അവൻ അടുത്തൊരു റിലത്തിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്, അടുത്തൊരു മണ്ഡലത്തിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. ഇന്ന് ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രാരംഭ സമയം ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു. ദൈവവചന അടിസ്ഥാനത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരെ ഉത്സാഹിപ്പിക്കുന്നു. നിങ്ങളുടെ വായി കൊണ്ട് നിങ്ങൾക്ക് മാത്രം കേൾക്കുന്ന രീതിയിൽ നിങ്ങൾ പറഞ്ഞ, ഞാൻ എൻ്റെ ആത്മാവിനെ പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കുന്നു, കീഴ്പ്പെടുത്തുന്നു. കമാൺ, എല്ലാ തരങ്ങളും പറയട്ടെ. ചില കൈകളെങ്കിലും ഒന്ന് യൂട്യൂബിൽ ടൈപ്പ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ ആത്മാവിനെയും ഞാൻ എൻ്റെ മനസ്സിനെയും ഞാൻ എൻ്റെ ശരീരത്തെയും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുത്തുന്നു. കമാൺ, എല്ലാ ദൈവമക്കളും എഴുതാൻ പറ്റാത്തവർ നിങ്ങളുടെ വായി കൊണ്ട് നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞ്, ഞാൻ എൻ്റെ ആത്മാവിനെയും ഞാൻ എൻ്റെ മനസ്സിനെയും ഞാൻ എൻ്റെ ശരീരത്തെയും പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുത്തുന്നു. ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ ഒന്ന് പറഞ്ഞുകൊണ്ട് ടൈപ്പ് ചെയ്തേ. ഞാൻ എൻ്റെ ആത്മാവിനെയും ഞാൻ എൻ്റെ മനസ്സിനെയും ഞാൻ എൻ്റെ ശരീരത്തെയും പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടുത്തുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പൂർണ്ണമാകുന്ന നിയന്ത്രണത്തിന് ഞാൻ എന്നെ വിട്ടുകൊടുക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ പരിപൂർണമാകുന്ന നിയന്ത്രണത്തിന് ഞാൻ എന്നെ വിട്ടുകൊടുക്കുന്നു. എത്ര ദൈവമക്കൾ വായി തുറന്ന് പറയും, ആമേൻ 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 ആമേൻ. ഞാൻ എൻ്റെ ആത്മാവിനെ, ഞാൻ എൻ്റെ പ്രാണനെ, എൻ്റെ ശരീരത്തെ ഞാൻ പരിശുദ്ധാത്മാവിന് ഞാൻ വിധേയപ്പെടുത്തുന്നു, കീഴ്പ്പെടുത്തുന്നു. ഞാൻ എൻ്റെ പ്രാണനെ, ഞാൻ എൻ്റെ ആത്മാവിനെ, ഞാൻ എൻ്റെ മനസ്സിനെ, ഞാൻ എൻ്റെ ശരീരത്തെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തുന്നു. ഹല്ലേലൂയ. അങ്ങനെ വിധേയപ്പെടുത്തുമ്പോൾ നാം മനസ്സിലാക്കണം, ഇതെന്തിനാ വെറുതെ പറഞ്ഞതാണോ? എൻ്റെ മനസ്സിനൊരു കൊഴുപ്പ് കിട്ടാൻ പറഞ്ഞതാണോ? അല്ല. ഇൻവിസിബിൾ ബോണ്ടേജ് എന്ന് പറയുന്നത്
ഒരു റിയാലിറ്റിയാണ്. അത് ബൈബിളിൽ ഉണ്ടായിരുന്ന ഒന്നാണ്. അത് ആദിമ മനുഷ്യനിൽ ഉണ്ടായിരുന്നതും അവർ അനുഭവിച്ചതും അവരിൽ പലരും ജയിച്ചിരുന്നതുമാകുന്ന ഒരു മേഖലയാണ് ഇൻവിസിബിൾ ബോണ്ടേജ്, അല്ലെങ്കിൽ അദൃശ്യ ബന്ധനങ്ങൾ, അദൃശ്യമാകുന്ന തടവറകൾ എന്നൊക്കെ പറയാൻ കഴിയുന്നത്. അദൃശ്യം എന്ന് പറയുമ്പോൾ ദൃശ്യമാകുന്ന നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതും എന്നാൽ വളരെ എഫിഷ്യൻ്റായി നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ കഴിയുന്നതുമാകുന്ന ഒരു ഇരുട്ടിൻ്റെ നിയന്ത്രണ ചരടാണ് ഈ ആത്മീയ ബന്ധനം, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ നടത്തിപ്പാണ് ആത്മീയ ബന്ധനം. ഒന്നുകൂടെ ഞാൻ പറയാം, വളരെ എഫിഷ്യൻ്റായി ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതിനെക്കുറിച്ച് നമ്മൾ ബോധേഡ് അല്ലെങ്കിൽ നാം അതിനെ കൺസേൺ ചെയ്യുന്നില്ലെങ്കിൽ, നാം അതിനെക്കുറിച്ച് വിശ്വസിക്കുന്നത് പോലും ഇല്ല എന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ അതിനെ വിശ്വസിക്കുന്നില്ല, ഞാൻ വിശ്വസിക്കുന്നതൊക്കെ എനിക്ക് വന്ന് ചേരത്തുള്ളൂ എന്ന് പറയുന്ന മൂഢത്തരത്തിൽ ഒരു മനുഷ്യൻ ഊന്നി നിൽക്കാതെ, എന്തോ എവിടെയോ പ്രശ്നമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നൊരു വെളിപ്പാട് കിട്ടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ മനുഷ്യന് ഇതിനകത്തു നിന്ന് പുറത്തു വരാൻ കഴിയുകയും, അല്ലാത്ത പക്ഷം അങ്ങനെ അല്ലാത്തൊരു മനുഷ്യനെ വളരെ എഫിഷ്യൻ്റായി അവൻ്റെ ആത്മാവിനെയും, ശ്രദ്ധിച്ചോ നിങ്ങൾ ഞാൻ പറഞ്ഞത്, അവൻ്റെ ആത്മാവിനെ ഒരു തടവറയ്ക്കകത്താക്കി നിർത്തിക്കൊണ്ട് അവൻ്റെ മനസ്സിനെയും അവൻ്റെ ചിന്തകളെയും അവൻ്റെ വികാരത്തെയും അതോടുകൂടി അവൻ്റെ ശരീരത്തെയും വളരെ എഫിഷ്യൻ്റായി ഡ്രൈവ് ചെയ്ത് കൊണ്ട് നരകത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു വേൾഡ് ഉണ്ട്. ആ വേൾഡാണ് അദൃശ്യമണ്ഡലം, അല്ലെങ്കിൽ ഇരുട്ടിൻ്റെ ലോകം. ആ ബന്ധനത്തെയാണ് അദൃശ്യമാകുന്ന ബന്ധനങ്ങൾ, അല്ലെങ്കിൽ ഇൻവിസിബിൾ ബോണ്ടേജ് എന്ന് പറയുന്നത്. ആ സമയം നമ്മുടെ ആത്മാവ് ഒരു തടവറയ്ക്കകത്തായിരിക്കും. ആത്മാവിൽ വീണ്ടും ജനിക്കപ്പെട്ട ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവും നാഥനുമായി സ്വീകരിച്ച ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവൻ്റെ ആത്മാവ് എപ്പോഴും പുതുക്കപ്പെട്ടതാണ്. എന്നാൽ പുതുക്കപ്പെട്ട ആത്മാവിനെ അനുദിനം അവൻ സ്റ്റിറപ്പ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, അനുദിനം അതിനെ പോഷിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതെപ്പോഴും ഒരു ഓർഡിനറി ലെവലിൽ നിൽക്കും. അതെപ്പോഴും ഒരു ഓർഡിനറി ലെവൽ പ്ലീസ് പ്രേ ഫോർ മീ എന്ന ഒരു ഓർഡിനറി ലെവലിൽ നിൽക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പറയുന്ന ഒരു ഓർഡിനറി ലെവലിൽ നിൽക്കും. ഒരു തെറ്റുമില്ല, ഞാനും ഒത്തിരി പേരോട് പറയുന്നതാണ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നതാണ്. എന്നാൽ അവൻ സ്വയം എടുക്കേണ്ട ചില ബാറ്റൺസ് അവൻ്റെ ക്രിസ്തീയ ജീവിതത്തിലുണ്ട്. ഞാൻ നിങ്ങളോട് പ്ലീസ് പ്രേ ഫോർ മീ പറയുമ്പോൾ അവിടം കൊണ്ട് തീരുന്ന ഒരു ഓർഡിനറി ക്രിസ്ത്യൻ ലൈഫിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രോഗ്രസ്സും എനിക്ക് ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല, നിങ്ങളിൽ ആരെങ്കിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരു വിടുതൽ കിട്ടണമോ എന്നുള്ളത് സാത്താൻ കനിയേണ്ടി വരും. മനസ്സിലായില്ല? നിങ്ങൾ ഒരു വ്യക്തി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ എനിക്ക് വിടുതൽ ലഭിക്കണമോ എന്നുള്ള കാര്യത്തിന് സാത്താൻ കനിയേണ്ടി വരും. കാരണം ആ വിടുതൽ പോലും എന്നിലേക്ക് വന്ന് ചേരാതെ വണ്ണം തടയുവാൻ അദൃശ്യ ശക്തികൾക്ക് കഴിയും. നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. വെറുതെ കേട്ടിരിക്കണം. നിങ്ങൾ ആത്മാവിൽ ഈ ദൈവ വചനത്തോട് പ്രതികരിച്ചു കൊണ്ടിരിക്കണം. ഇതൊരു ഓർഡിനറി മെസ്സേജാണ് എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത്. ഇത് ഇന്നത്തെ മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യുന്നവർക്കൊരു വിടുതൽ സന്ദേശമാണ്. ഇൻക്ലൂഡിങ് മീ. ഞാൻ ചില ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഈ വൈ എന്നൊരു ചോദ്യം എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് അതിനെക്കുറിച്ച് എനിക്കൊരു കാഴ്ചപ്പാട് തന്നപ്പോൾ അത് തന്നെ എന്ന് ഞാൻ മനസ്സിലാക്കി ആത്മാവിൽ അതിനെ ജയിക്കാൻ കർത്താവിൻ്റെ ആത്മാവ് കൃപ ചെയ്തു. നോക്കിയേ, അപ്പോൾ ആ ഇൻവിസിബിൾ ബോണ്ടേജിൽ ഒരു വ്യക്തി ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പലപ്പോഴും പാസ്റ്റേഴ്സിനെ കുറ്റം പറയാൻ കാരണം, പ്രാർത്ഥിക്കുന്നവരെ കുറ്റം പറയാൻ കാരണം, ക്രിസ്തുവിനെ കുറ്റം പറയാൻ കാരണം, ദൈവവചനത്തെ കുറ്റം പറയാൻ കാരണം, പരിശുദ്ധാത്മാവിനെ കുറ്റം പറയാൻ കാരണം, പ്രസംഗത്തെ കുറ്റം പറയാൻ കാരണം, അതൊന്നും സത്യമല്ലാഞ്ഞിട്ടല്ല, സത്യമായതിൽ നിന്ന് സത്യമായൊരു വിടുതൽ നിങ്ങളിലേക്ക് വരാൻ തടസ്സമായി നിൽക്കുന്നതിനെ നാം വെളിപ്പാടിൽ കാണാത്തത് കൊണ്ടാണ്. പാസ്റ്റർ പ്രാർത്ഥിച്ച് ശരിയല്ലാത്തതുകൊണ്ടല്ല, പാസ്റ്റർ ശുശ്രൂഷിച്ചത് ശരിയല്ലാത്തതുകൊണ്ടല്ല, ആ ശുശ്രൂഷയിലൂടെ നിങ്ങൾക്ക് ന്യായമായി വരേണ്ട ഒരു വിടുതലിനെ തടയുന്ന ഒരു റിളം അവിടെ ഉണ്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ ആത്മാവിനെ തടവറയ്ക്കകത്താക്കി വെച്ച്. ആ സന്ദർഭത്തിലാണ് പലർക്കും
പ്രാർത്ഥിക്കാൻ പറ്റാത്തൊരു അതൊരു പ്രൈമറി സ്റ്റേജാണ്. പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാത്ത തരത്തിലാകുന്നത് ഒരു പ്രൈമറി സ്റ്റേജാണ്. അന്നേരം മനസ്സിലാക്കുക, ആത്മാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നു. പൂർണ്ണമായിട്ടില്ല, ആത്മാവിനെ പിടിച്ചു കെട്ടിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് മനസ്സുകൊണ്ട് നിങ്ങളെ ചിന്തിപ്പിക്കും, മനസ്സുകൊണ്ട് ചില തീരുമാനങ്ങൾ എടുപ്പിക്കും, മാനുഷികമായി മനസ്സുകൊണ്ട് നിങ്ങളെ ക്ഷുഭിതനാക്കുകയും വൈകാരിക നിയന്ത്രണങ്ങൾക്കകത്ത് നിങ്ങളെ പെടുത്തുകയും ചെയ്യും. അന്നേരമാണ് നമ്മുടെ കൈമുറുക്കി നെഞ്ചത്തിടിക്കുന്നത്, തലമുടിയെ പിടിച്ച് വലിക്കുന്നത്, നമ്മുടെ തല കൊണ്ട് വല്ലയിടവും കൊണ്ടുവച്ച് ഇടിക്കുന്നത്. ഇന്നത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരൊക്കെയോ സമനില തെറ്റി അങ്ങനെ ചെയ്തവർ ഇതിനകത്തും ഉണ്ട്. ദൈവത്തിന് പോലും എന്നെ വേണ്ടേ എന്നും ചോദിച്ചുകൊണ്ട് പെട്ടേന്ന് കൊണ്ടിരിക്കും. ആർക്കും നഷ്ടം? എനിക്കും ദൈവത്തിനും. മീൻസ് നിങ്ങളത് ചെയ്താൽ നിങ്ങൾക്കും ദൈവത്തിനും നഷ്ടം. എന്നാൽ സാത്താൻ തൊട്ടപ്പുറം നിന്ന് പൊട്ടിച്ചിരിക്കുന്നു. നിന്റെ തല നീ തന്നെ കൊണ്ട് മതിലിന്മേൽ ഇടിക്കണമെന്നുള്ളത് തൊട്ടപ്പുറത്ത് മാറി നിന്ന് നിന്നെ നിയന്ത്രിച്ച ഒരു അശുദ്ധാത്മാവിൻ്റെ ഇഷ്ടമായിരുന്നു. അപ്പോൾ അവിടെ ആത്മാവിനെ നിങ്ങളോട് സംസാരിക്കാനൊക്കത്തില്ല. കാരണം ഒരു അദൃശ്യമാകുന്ന ബന്ധനം അവിടെ കിടക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഒരു അദൃശ്യമാകുന്ന ബന്ധനം. അങ്ങനെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എന്നാൽ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഒരാത്മീയ ബന്ധനത്തെ, ഇതൊരു ആത്മീയ ബന്ധനമാണ്. ഇത് ആത്മാവാണ് നമ്മളെ ബന്ധിക്കുന്നത്. സാത്താൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ മക്കളെ ബന്ധിക്കാൻ ശ്രമിക്കുന്നു. കാരണം നിങ്ങൾ സ്വതന്ത്രമായിരിക്കുന്നത് അവൻ്റെ രാജ്യത്തിന് അംഗസംഖ്യ കുറയ്ക്കും. നിങ്ങൾ സ്വതന്ത്രമായിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവ് കൊണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും എല്ലാം നിങ്ങൾ സ്വതന്ത്രമായിരിക്കുന്നത് അവൻ്റെ രാജ്യത്തിന് ഭയങ്കര ഭീഷണിയാണ്. അതുകൊണ്ട് നിങ്ങളെ ആത്മാവിൽ നിങ്ങളെ ബന്ധിക്കാൻ അവിടുന്ന് ശ്രമിക്കുന്നു. കഴിയുമെങ്കിൽ ദൈവമക്കളുമായി നിങ്ങളെ തെറ്റിക്കുന്നു, ദൈവദാസന്മാരുമായി തെറ്റിക്കുന്നു, ആത്മീയ കൂട്ടായ്മയിൽ നിന്ന് എക്സിറ്റായി പോകുന്നു. അങ്ങനെ വല്ലാത്തൊരു വൈരാഗ്യ ബുദ്ധിയോടെ ആരോടൊക്കെയുള്ള അമർഷം, ആരോടൊക്കെയുള്ള ദേഷ്യം, ആരോടൊക്കെയുള്ള ആ ഒരു കലുഷിതമാകുന്ന അവസ്ഥകളെ പ്രതി നിങ്ങൾ തന്നെ ദൈവരാജ്യത്തിന് വിരോധമായി തിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇൻവിസിബിൾ ബോണ്ടേജ്. ഈ രാത്രിയിൽ ഈ മെസ്സേജ് കേട്ടോണ്ടിരിക്കുന്ന ദൈവമക്കൾക്ക് ആർക്കൊക്കെയോ താല്പര്യമുണ്ട്, പ്രാരംഭമായി എൻ്റെ ആത്മാവിനെ ആ തടവറയിൽ നിന്ന് സ്വതന്ത്രമാക്കിക്കൊണ്ട് ഈ സന്ദേശം കേൾക്കണം. പ്രാരംഭമായി ആത്മാവിൽ ആ സ്വാതന്ത്ര്യം എടുത്തിട്ട് എനിക്കൊരു ഈ മെസ്സേജ് കണ്ടിന്യൂ ചെയ്യണമെന്ന് അങ്ങനെയുള്ള ദൈവമക്കളൊന്ന് ആത്മാവിൽ പ്രതികരിച്ചു തുടങ്ങുക. പറഞ്ഞ് എൻ്റെ ആത്മാവിനെ തടവറയ്ക്കകത്താക്കി വെച്ചിരിക്കുന്ന, എൻ്റെ മനസ്സിനെ തടവറയ്ക്കകത്താക്കി വെച്ചിരിക്കുന്ന, എൻ്റെ വൈകാരികമായി എന്നെ നിയന്ത്രിക്കുന്ന, എൻ്റെ ശരീരത്തെ നിയന്ത്രിക്കുന്ന, എൻ്റെ മക്കളെ ആ രീതിയിലാക്കി വെച്ചിരിക്കുന്ന, എൻ്റെ ജീവിത പങ്കാളി ആ രീതിയിലാക്കി വെച്ചിരിക്കുന്ന, നോക്കിയേ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ഭവനത്തെ ആ രീതിയിലാക്കി വെച്ചിരിക്കുന്ന പൈശാചിക ചരടുകൾ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ രക്തത്തിൽ അതിനെ ക്യാൻസലാക്കുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവിനൊരു വിടുതൽ വരട്ടെ, അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മനസ്സിനൊരു വിടുതൽ വരട്ടെ, അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ശരീരങ്ങൾക്ക് ഒരു വിടുതൽ വരട്ടെ, അങ്ങനെ ഏറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭാവനങ്ങൾക്ക് ഒരു വിടുതൽ വരട്ടെ, അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തലമുറകൾക്ക് ഒരു വിടുതൽ വരട്ടെ, അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ജീവിത പങ്കാളിക്ക് വിടുതൽ സംഭവിക്കട്ടെ. ഓ ജീസസ്. എങ്ങനെ ഇതിനെ ജയിക്കാൻ കഴിയും? ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം പഠിക്കുമ്പോൾ കീഴടങ്ങുന്ന ഒരു നാമത്തിന്റെ മുമ്പിൽ മാത്രമേ ഈ അശുദ്ധാത്മാക്കൾ കീഴ്പ്പെടത്തുള്ളൂ. ഞാൻ പാസ്റ്റർ ദീപു കൃഷ്ണയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. ഞാൻ പാരമ്പര്യമായി പെന്തക്കോസുകാരനാണ്, ഇപ്പൊ കീഴടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ ഒന്നും നടക്കൂല. ഞാൻ ഇപ്പം നിന്നെ കല്ലെടുത്തെറിയും കീഴടങ്ങിക്കോ എന്ന് പറഞ്ഞാൽ 5 കല്ല് ഇങ്ങോട്ട് എടുത്തെറിയും. എന്നാൽ കീഴടങ്ങുന്ന ഒരു നാമം ഉണ്ട്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങും. ഇത്രയും നാൾ നമ്മുടെ മുഴങ്കാൽ മടങ്ങിയ സന്ദർഭത്തെക്കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇത്രയും നാൾ നമ്മുടെ തല കുനിഞ്ഞ ചരിത്രത്തെക്കുറിച്ചാണ് നമുക്ക് ഓർമ്മയുള്ളത്. ഇത്രയും നാൾ
നമ്മൾ വിധേയപ്പെട്ട ഒരവസ്ഥയെക്കുറിച്ച്, നമ്മുടെ പേര് കളങ്കപ്പെട്ട ഒരവസ്ഥയെക്കുറിച്ച്, നമ്മുടെ പേര് മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു പോയ ഒരവസ്ഥയെക്കുറിച്ച്, നമ്മുടെ മാനം മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറവ് വെച്ചതിനെ കുറിച്ച് ആണ് നമുക്ക് പറയാനുള്ളത്. നമുക്ക് നഷ്ടം വന്നതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. നാം വിട്ടുവീഴ്ച ചെയ്തതിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. പക്ഷെ വെളിപ്പാടുള്ള മനുഷ്യൻ, വെളിപ്പാടുള്ള അഭിഷിക്തൻ, വെളിപ്പാടുള്ള അപ്പോസ്തലൻ ആത്മാവിൽ തിരിച്ചറിഞ്ഞിട്ട് പറയുകയാണ്, അങ്ങനെ യേശുവിന്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ മടങ്ങും എന്ന്, മുഴങ്കാൽ മടങ്ങും എന്ന്, മുഴങ്കാൽ മടങ്ങും എന്ന് തന്റെ മിഷണറി യാത്രകളിലൂടെയും തന്റെ വ്യക്തിപരമായ ശുശ്രൂഷകളിലൂടെയും തന്റെ വ്യക്തിപരമായ ആത്മയുദ്ധത്തിലൂടെയും ആ മനുഷ്യൻ തിരിച്ചറിഞ്ഞുകൊണ്ട് ഫിലിപ്പിയ സഭയ്ക്ക് ലേഖനം എഴുതി. മക്കളെ, യേശുവിന്റെ നാമം വിളിക്കുന്നവന്റെ മുമ്പിൽ, നിന്റെ മുമ്പിൽ പ്രതികൂലമായി തല ഉയർത്തി നിന്നത്, നിന്റെ മുമ്പിൽ രണ്ട് കാൽ ഉറപ്പിച്ച് നിന്നെ ഭീഷണിപ്പെടുത്തിയത്, നിന്റെ മുമ്പിൽ മാനത്തിന് വില പറഞ്ഞത്, നിന്റെ മാനത്തെ അപമാനമാക്കി മാറ്റിയത്, നിങ്ങളുടെ അവകാശങ്ങളെ തട്ടിക്കെടുത്തത്, അത് കീഴ്പ്പെടും, കീഴ്പ്പെടും, കീഴ്പ്പെടും. ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ, ഇന്ന് നിങ്ങളുടെ ഭവനമാകട്ടെ, നിങ്ങളുടെ ദേശമാകട്ടെ, നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ആകട്ടെ, ദൈവത്തിന്റെ ആത്മാവല്ലാത്ത ഏതൊരു സ്പിരിറ്റോ ആകട്ടെ, അത് നിന്റെ മുമ്പിൽ നിൽക്കുന്നെങ്കിൽ പറയാ, യേശുവിന്റെ നാമത്തിൽ ഫിലിപ്പിയർ 2:10 പ്രകാരം അത് കീഴടങ്ങും. കാര്യമെന്താ? 6-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോ പറയുന്നു, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെ താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി 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 വിളങ്ങി. ഒന്ന് ശ്രദ്ധിച്ച സുഹൃത്തെ, നിങ്ങൾ ഈ യേശുവിന്റെ നാമത്തിൽ ആശ്രയിച്ചപ്പോ അവിടുത്തെ ഹൃദയത്തിനകത്തുള്ള ഇഷ്ടം എന്താണെന്നറിയാമോ? നിങ്ങൾ രക്ഷിക്കപ്പെട്ട നാൾ മുതൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? നിങ്ങൾ സ്നാനമേറ്റ നാൾ മുതലുള്ള ദൈവത്തിന്റെ സ്വപ്നം എന്താണെന്നറിയാമോ? നിങ്ങൾ യേശുവേ യേശുവേ എന്ന് വിളിച്ചു തുടങ്ങിയ നാൾ മുതൽ ആ പിതാവിന്റെ ഇഷ്ടം എന്താണെന്നറിയാമോ? യേശു നിന്റെ ജീവിതത്തിൽ വന്ന നാൾ മുതൽ നീയും വിളങ്ങണമെന്നുള്ളതാ. നീ സർവ്വ മേഖലയിലും വിളങ്ങണമെന്നുള്ളതാ, സകല കാര്യങ്ങളിലും വിളങ്ങണമെന്നുള്ളതാ. തീർന്നില്ല, നിങ്ങൾക്കുള്ളതും കൂടെ വിളങ്ങണമെന്നുള്ളതാ. ഞാനൊരു ടോർച്ചും വെച്ചുകൊണ്ടിരിക്കുന്നു, ഇരുട്ട് നിൽക്കുന്ന എന്റെ മക്കളുടെ മുഖത്തേക്ക് അതടിച്ചാൽ അവർ തിളങ്ങുന്നത് പോലെ എന്റെ ജീവിത പങ്കാളി ഒരിടത്ത് ഇരുട്ടിനകത്തായി പോയി, ഞാൻ ടോർച്ചും കൊണ്ട് അവളുടെ റൂമിലേക്ക് ചെന്നാൽ ആ റൂം മുഴുവൻ പ്രകാശമാകുന്നത് പോലെ അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ, യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നീ തളരണമെന്നല്ല, വീണ്ടും രോഗത്തിനകത്ത് പെടണമെന്നല്ല, വീണ്ടും അവമാനിക്കപ്പെടണമെന്നല്ല, വീണ്ടും പരിഹസിക്കപ്പെടണമെന്നല്ല, വീണ്ടും നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ വായ്പ വാങ്ങണമെന്നല്ല. നിങ്ങൾ വിളങ്ങണം, നിങ്ങൾ വിളങ്ങണം, നിങ്ങൾ സകലത്തിലും വിളങ്ങണം. നിങ്ങളുടെ നാമം പറഞ്ഞാൽ അതിനകത്തൊരു അധികാരമുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഉണ്ടായിരുന്ന അധികാരം നിന്റെ നാമത്തോടുകൂടെ യേശുവിന്റെ നാമം ചേർത്ത് വെക്കുമ്പോൾ ഉണ്ടാകണം. നിന്റെ പേര് പറയുമ്പോ ഭൂതങ്ങൾ ചിരിക്കുമല്ല, പേര് പറയുമ്പോ ഭൂതങ്ങൾ അലറുന്ന നിലയിൽ ആ രാജ്യത്തിന്റെ ശക്തിയിൽ വിളങ്ങണം. ഓ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ തന്നെ ആ ദൈവശക്തി ഇതിനകത്ത് അടിക്കട്ടെ, ആ ദൈവശക്തി അടിക്കട്ടെ, ആ ദൈവശക്തി ഇതിനകത്ത് അടിക്കട്ടെ. Yes, Spirit, in the name of Jesus. Yes, Spirit, in the name of Jesus. Yes, Spirit, in the name of Jesus. അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. വിശ്വസിക്കുന്ന ആരുടെയൊക്കെയോ മേൽ, വിശ്വസിക്കുന്ന ആരുടെയൊക്കെയോ മേൽ, വിശ്വസിക്കുന്ന ആരുടെയൊക്കെയോ മേൽ അത് സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. ഈ സമയം നിങ്ങൾ അത് വിശ്വസിക്കുന്നെങ്കിൽ, ഈ സമയം നിങ്ങൾ അത് ഏറ്റെടുക്കുന്നെങ്കിൽ, ഈ സമയം നിങ്ങൾ അതിനെക്കുറിച്ച് കൺസേൺ ചെയ്യുന്നെങ്കിൽ അത് സംഭവിക്കും. വിളങ്ങണം. അപ്പൊ എവിടെയൊക്കെ വിളങ്ങണം? ഞാനുമായി ബന്ധപ്പെട്ട എല്ലായിടത്തും, ഞാൻ നിൽക്കുന്ന പ്രദേശം, ഞാൻ നിൽക്കുന്ന ടെറിട്ടറി, അവിടെയെല്ലാം വിളങ്ങണമെന്നുള്ളത് യേശുവിൻ്റെ നാമം മഹത്വത്തിന് വേണ്ടി നടക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പൗലോസ് അങ്ങനെ തന്നെ എഴുതിയത്, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി
മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. ഇന്ന് പകൽ ഞാനൊരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു, ഒരു കോട്ട് സ്റ്റാറ്റസ് ഇട്ടു. അനുസരണം അഭിഷേകത്തെ സംരക്ഷിക്കും. ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? ടൈപ്പ് ചെയ്യാൻ പറ്റും. വേണ്ടാത്ത എന്തെല്ലാം ടൈപ്പ് ചെയ്യുന്നു, വേണ്ടാത്ത എന്തെല്ലാം മെസ്സേജ് ഫോർവേഡ് ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ച് പറയുന്ന ഒരു മെസ്സേജൊക്കെ ഫോർവേഡ് ചെയ്യുന്നതിലും ഒരു കമൻ്റ് ഇടുന്നതിലും ഒന്നും നമുക്കൊന്നും സംഭവിക്കാനില്ല. നമ്മുടെ നഖമൊട്ട് തേഞ്ഞു പോകത്തുമില്ല. അതുകൊണ്ടൊന്ന് ടൈപ്പ് ചെയ്തേ. അഭിഷേകം സന്ദർശിക്കണമെന്നുണ്ടെങ്കിൽ, അഭിഷേകം സംരക്ഷിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എന്തോ വേണം? അനുസരണമുള്ളവനായിരിക്കണം. യേശുവിൻ്റെ മിനിസ്ട്രി പ്രാർത്ഥന കൊണ്ട് മാത്രമല്ല യേശു പ്രൊട്ടക്റ്റ് ചെയ്തത്. യേശുവിൻ്റെ മിനിസ്ട്രി പിതാവിനോടുള്ള അനുസരണം കൊണ്ടും യേശു പ്രൊട്ടക്റ്റ് ചെയ്തു. ശിഷ്യന്മാർ പരാജയപ്പെട്ട പല സ്ഥലത്തും യേശു ക്രിസ്തു ജയിച്ചതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, രഹസ്യത്തിൽ കാണുന്ന പിതാവിനോട് പരസ്യത്തിൽ അനുസരണമുള്ളവനായി ജീവിച്ചു. ആ ഭൂമി, ആ പ്രദേശത്ത് കുറ്റം കണ്ടുപിടിക്കാൻ ഉറക്കമിളച്ചിരുന്ന പുരോഹിതരും ന്യായശാസ്ത്രിമാരും സൻഹീദ്ര സംഘവും അയൽവക്കക്കാരും അന്യജാതിക്കാരും ഒക്കെ ഉണ്ടായിരുന്നിട്ടും യേശു ക്രൂശോളം അനുസരണമുള്ളവനായിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. വാക്കിൽ തെറ്റിക്കാൻ നോക്കി, വാക്കിൽ കുടുക്കാൻ നോക്കി, എന്നാൽ എവിടെയും കുടുങ്ങാൻ നിന്ന് കൊടുക്കാതെ, കുടുങ്ങിപ്പോകാതെ തന്നെ താൻ സൂക്ഷിച്ച് ക്രൂശോളം അനുസരണമുള്ളവനായിരുന്നത് കൊണ്ട് പകരപ്പെട്ട അഭിഷേകത്തിൽ ഒരു തുള്ളി പോലും ഒരു ഡ്രോപ്പ് പോലും നഷ്ടപ്പെടാതെ അവിടുന്ന് ക്രൂശോളം അതിനെ കാത്തു സൂക്ഷിച്ചു. എനിക്ക് പേടിയാകുന്നു ഞാൻ ഇത് പറയുമ്പോൾ. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവ് നമ്മുടെ മേലൊക്കെ പകർന്ന അഭിഷേകത്തെ എത്ര പ്രാവശ്യം നമ്മൾ വളരെ കെയർലെസ്സായി യൂസ് ചെയ്തു. എത്ര പ്രാവശ്യം നമ്മുടെ അഭിഷേകത്തെ നമ്മൾ നിസ്സാരവൽക്കരിച്ചിട്ടുണ്ടാകും. എത്ര പ്രാവശ്യം അഭിഷേകത്തെ നമ്മൾ കളഞ്ഞിട്ടുണ്ടാകും. ഇല്ലേ? ഇല്ലാന്നൊന്നും പറയാൻ എനിക്ക് ധൈര്യം പോരാ. പക്ഷേ യേശുവിലേക്ക് നോക്കുമ്പോൾ മനസ്സിലാകും, അത് ക്രൂശോളം അവിടുന്ന് ആ അഭിഷേകത്തെ, പകരപ്പെട്ട അഭിഷേകത്തെ, പിതാവിങ്കിൽ നിന്ന് സ്വീകരിച്ച അഭിഷേകത്തെ, വാഗ്ദത്തത്തെയൊക്കെ സൂക്ഷിച്ച് പരിപാലിച്ച് കെയർ ചെയ്ത് ക്രൂശോളം മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തന്നെ താൻ സൗരഭ്യവാസനയായി സമർപ്പിച്ചു എന്ന് പൗലോസ്ലീഹ സാഹിത്യപരമായി എഴുതിയതല്ല, അനുഭവം കൊണ്ട് എഴുതിയതാണ്. ആമേൻ. അങ്ങനെ സംരക്ഷിച്ചു എങ്കിൽ ഈ മെസ്സേജ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാമതൊരു വെളിപ്പാട് ദൈവാത്മാവ് നമ്മളിലേക്ക് പകരുകയാണ്. അദൃശ്യമാകുന്ന ബന്ധനങ്ങളെ, പൈശാചികമാകുന്ന കയറുകളെ, മാനുഷികമോ അമാനുഷികമോ ആകുന്ന തടസ്സങ്ങളെ, ആത്മീയമാകുന്ന ബന്ധനങ്ങളെ തകർക്കണമെന്നുണ്ടെങ്കിൽ രണ്ടാമത് എനിക്കും നിങ്ങൾക്കും വേണ്ടത് അഭിഷേകമാണ്. ഒന്നാമത് നമുക്ക് വേണ്ടത്, ആത്യന്തികമായി നമുക്ക് വേണ്ടത് യേശുക്രിസ്തു എന്ന നാമമാണ്. കാരണം എന്താണ്? മനുഷ്യ സാദൃശ്യത്തിലായ ദൈവപുത്രൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി. നമുക്ക് ഉയർച്ചയില്ല എന്നുള്ളതാണ് പരാതി. നമുക്ക് വളർച്ചയില്ല എന്നുള്ളതാണ് പരാതി. ഒരു പുരോഗതിയുമില്ല പ്രാർത്ഥിച്ചിട്ട് എന്നുള്ളതാണ് നമ്മുടെ കുറ്റപ്പെടുത്തൽ. പക്ഷേ ദൈവം ഏറ്റവും ഉയർത്തിയ വ്യക്തികളിൽ ഒരു വ്യക്തിത്വമുണ്ട് കർത്താവായ യേശുവിന്. യേശുവിന്റെ അനുയായികളെയും കർത്താവ് ഏറ്റവും ഉയർത്തി. യേശുവിനെ അതിനേക്കാളേറെ ഉയർത്തി. കാരണം യേശുവിനോളം അനുസരണം ആർക്കും ഇല്ലായിരുന്നു. ഹല്ലേലൂയ. ബാക്കി എല്ലാവരും, പൗലോസ് ഉൾപ്പെടെ പറഞ്ഞു, എൻ്റെ ജഡത്തിൽ ഞാൻ ഇച്ഛിക്കാത്ത മറ്റൊരു പ്രമാണം ഉണ്ടെന്ന് പറഞ്ഞു. ഒത്തിരി വിവരണങ്ങളുണ്ട് അതിന്. പക്ഷെ യേശുവിന് അങ്ങനെ പറയേണ്ടി വന്നില്ല. യേശു ശരീരത്തിലും വിശ്വസ്തനായിരുന്നു, മനസ്സുകൊണ്ടും വിശ്വസ്തനായിരുന്നു, ആത്മാവ് കൊണ്ടും വിശ്വസ്തനായിരുന്നു. ഒന്നും യേശുവിന് പറയാൻ, ചൂണ്ടിക്കാണിക്കാൻ ഇല്ലായിരുന്നു. അതുകൊണ്ട് തിരുവെഴുത്ത് പറയുന്നു, യേശുവിനെ പിതാവ് ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമമാക്കി. അപ്പോൾ ഈ സകല നാമത്തിനും മേലായ നാമമാകുന്ന യേശുവിൻ്റെ നാമത്തിൽ മാത്രമേ ഈ പറയുന്ന ബന്ധനങ്ങൾ, ചരടുകൾ, കയറുകൾ, വിലങ്ങുകൾ, ചങ്ങലകൾ, കാരാഗ്രഹങ്ങൾ, തടവറകൾ എല്ലാം പൊളിയപ്പെടുത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ തുടക്കത്തിൽ വായിച്ചത്, അതുകൊണ്ട്
ആണ് നമ്മൾ തുടക്കത്തിൽ വായിച്ചത്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലെല്ലാം യേശുവിന്റെ നാമത്തിങ്കൽ മടങ്ങും. ഇന്ന് ഏറ്റു പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? ഞാൻ ഈ വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് പറഞ്ഞേ, എൻ്റെ ആത്മാവിനെ ഞാൻ യേശുവിന്റെ മുമ്പിൽ യേശുവിന്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ആത്മാവിനെ പറഞ്ഞേ, എൻ്റെ ആത്മാവിനെ ഞാൻ യേശുവിന്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ മനസ്സിനെ യേശുവിന്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ ശരീരത്തെ യേശുവിന്റെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. ഇതിന്മേൽ നിയന്ത്രിക്കുന്ന സകല ദൈവികമല്ലാത്ത പൈശാചികമായതും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അഴിക്കുകയാ. അത് പറയുമ്പോൾ തന്നെ ശരീരങ്ങൾ സ്വതന്ത്രമാകുന്നു. ഞാൻ ആത്മാവിൽ കാണുന്നു, ശരീരങ്ങൾ സ്വതന്ത്രമാകുന്നു, മനസ്സ് സ്വതന്ത്രമാകുന്നു, ചിന്തകൾ സ്വതന്ത്രമാകുന്നു. യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന, ഇമോഷണലി നിങ്ങളെ കൺട്രോൾ ചെയ്യുന്ന എല്ലാ ഡെവിളിഷ് സ്പിരിറ്റുകൾ യേശുവിന്റെ നാമത്തിൽ go back. In the name of Jesus. എനിക്കറിയാം പലരുടെ മേലും തീ കത്തുന്നു, പലരുടെ മേലും. Take it. Come on. അത് സ്വീകരിക്കുന്നവർക്കായി ഞാൻ സ്തുതിക്കുന്നു. സ്വീകരിക്കുന്നവരെ ഓർത്ത് സ്തുതിക്കുന്നു. ആമേൻ. യേശുവിന്റെ നാമത്തിൽ. നമ്മൾ എടുക്കുന്ന നാമത്തെക്കുറിച്ച് നമുക്കറിയാത്തോണ്ടാവും. അപ്പൊ യേശുവിന്റെ നാമം നമ്മളെ സകല ആത്മീയ ബന്ധനത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരുന്നു. എങ്ങനെയൊക്കെയാണ് ആത്മീയ ബന്ധനം നമ്മുടെ ജീവിതത്തിൽ വരുന്നത്? ഒന്ന്, വിഗ്രഹാരാധന വഴി നമ്മുടെ ജീവിതത്തിൽ ആത്മീയ ബന്ധനങ്ങൾ വരുന്നു. വിഗ്രഹാരാധന വഴി. രണ്ട്, ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ടൈമില്ല കേട്ടോ. രണ്ട്, മന്ത്രവാദങ്ങളിലൂടെ, വിച്ച് ക്രാഫ്റ്റിലൂടെ, നമ്മൾ അതിൽ ആശ്രയിക്കുന്നതിലൂടെ, നമുക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതിലൂടെ ഒരു ചെറിയ കാറ്റ് നമ്മുടെ ജീവിതത്തിന് നേരെ അടിക്കുന്നു. എത്ര ഇല്ല എന്ന് പറഞ്ഞാലും നമ്മുടെ മേൽ അടിക്കുന്നു. എന്നാൽ അത് നമ്മളെ സ്വാധീനിക്കുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ ആത്മാവ് തടവറയ്ക്കകത്തായി കിടക്കുന്ന പിശാച് ആദ്യം മനസ്സിനെയും ശരീരത്തെയും തൊടുന്നതിന് മുന്നേ ആത്മാവിനെ തടവറയ്ക്കകത്താക്കും. ആത്മാവ് തടവറയ്ക്കകത്താകുന്ന എങ്ങനെയെന്ന് ചോദിച്ചാൽ മാനസിക ബന്ധനം വഴി, അല്ലെങ്കിൽ ഒരു കിങ്ഡം മൈൻഡ് സെറ്റ് ഇല്ലാത്ത ഒരു വ്യക്തിയെ മാത്രമേ സാത്താൻ അങ്ങനെ എടുക്കാനൊക്കത്തുള്ളൂ. അതിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ ആത്മീയ ബന്ധനം വരുന്ന ഒന്ന് വിഗ്രഹാരാധനയിലൂടെ, രണ്ട് മന്ത്രവാദത്തിലൂടെ, മൂന്ന് ശാപങ്ങളിലൂടെ. പാരമ്പര്യ ശാപങ്ങൾ, മറ്റു വ്യക്തികൾ നമ്മളെ ശപിക്കുന്നതിലൂടെ നമ്മളെ ഒരു ആത്മീയ ബന്ധനാവസ്ഥയ്ക്കകത്താക്കി കളയും. ഇത് സംഭവിക്കുന്നത് മനസ്സിനകത്തുകൂടെ കയറി വരുന്നത്. എങ്ങനെ ഇത് നമ്മുടെ മേൽ ഫലിക്കുന്നത്, ഏൽക്കുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ അകാരണമായ ഭയം, എന്തിനും ഏതിനും ഭയം. രണ്ട്, വല്ലാത്ത കുറ്റബോധം. മൂന്ന്, നിരാശ. നാല്, അമിതമാകുന്ന അത്യാഗ്രഹം അല്ലെങ്കിൽ ആസക്തികൾ, എന്തിനോടും ഉള്ള ആസക്തികൾ. മനസ്സിനകത്ത് അൺക്ലീൻ ആയിട്ടുള്ളതിനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുന്നത് പോലെ സൂക്ഷിക്കുന്ന പക്ഷം, അത് സമ്പത്തിനോടുള്ളൊരു അത്യാഗ്രഹമാകട്ടെ, അതൊരു ഷെയറിങ് മെന്റാലിറ്റി ഇല്ലാത്ത, അതെല്ലാം അത്യാഗ്രഹത്തിനകത്ത് പെടും ആകട്ടെ, നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാത്തതാകട്ടെ, കൊടുക്കേണ്ട ഒരു കാര്യം കൊടുക്കാത്തതാകട്ടെ, ന്യായമായതിനെ പോലും നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ തടഞ്ഞു വെക്കുക. ഇപ്പൊ ദൈവനാമത്തിന് കൊടുക്കേണ്ട ഒരു കാര്യം നമ്മുടെ മനസ്സിനകത്ത് വേണ്ട, പിന്നെ ആകട്ടെ എന്നോട് നമ്മളത് തടഞ്ഞു വെക്കുക. ലുക്ക് അറ്റ് മീ, എന്നെ കണ്ണുരുട്ടി നോക്കിയിട്ട് കാര്യമില്ല. ഇത് ഞാൻ പറഞ്ഞു തന്നില്ലേ, പിന്നെ ആര് പറഞ്ഞു തരും? നമ്മുടെ മനസ്സിനകത്ത് തന്നെ വേണ്ട, ഒക്കെ എങ്ങനെയൊക്കെ നടന്നോളൂ എന്നുള്ളൊരു രീതിയിൽ നമ്മുടെ മനസ്സുകൊണ്ട് ദൈവനാമത്തിന് കൊടുക്കേണ്ടതോ മറ്റൊരു വ്യക്തിയിലേക്ക് പോകേണ്ടതോ ആയതിനെ പിന്നെ ആകട്ടെ, അല്ലെ പിന്നെ എപ്പോഴേലും നോക്കാം തുടങ്ങിയ പല രീതിയിൽ. ഒറ്റ എക്സാമ്പിൾ ആട്ടോ ഞാൻ പറയുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വീട്ടിനകത്ത് വരുന്ന ഒരു വ്യക്തിക്ക് ഒരു കപ്പ് വെള്ളം കൊടുക്കുന്ന കാര്യത്തിൽ വേണ്ട, പുള്ളി എവിടെയെങ്കിലും കുടിച്ചിട്ട് വന്നതായിരിക്കും. പുള്ളി കുടിച്ചു പോലും കുടിച്ചില്ല പോലും, പുള്ളിക്ക് ആരെങ്കിലും കൊടുത്തു പോലും കൊടുത്തില്ല പോലും. മോനെ, നീയും ഞാനും ചെയ്യേണ്ടത് അങ്ങ് ചെയ്തേക്കണം. അത് ഒരു ഭയങ്കര നഷ്ടമല്ല, അതൊരു ഭയങ്കര ലാഭത്തിന് കാരണമായി തീരത്തേ ഉള്ളൂ. അതൊരു എക്സ്പെൻസ് അല്ല, അതൊരു മെഗാ സേവിങ് ആയി മാറത്തേ ഉള്ളൂ. പുള്ളിക്ക് ആരെങ്കിലും കൊടുത്തോ, പുള്ളി ആരെങ്കിലും നടത്തിയോ, പുള്ളിക്ക് കാക്ക കൊണ്ട് ഇട്ട് കൊടുത്തോ, പുള്ളിക്ക് കഴുത കൊണ്ട് കൊടുത്തോ, നമ്മൾ അറിയേണ്ട കാര്യമില്ല. നമ്മുടെ പാർട്ട് നമ്മൾ ചെയ്തേക്കുക. അത് നിനക്കൊരു എക്സ്പെൻസ് അല്ല, അത് നിനക്കൊരു മെഗാ സേവിങ് ആയി മാറും.
അങ്ങനെ നമ്മുടെ മനസ്സിനകത്ത് നമ്മൾ തടഞ്ഞു വെക്കുന്നത് പോലുള്ള ദൈവികമല്ലാത്ത കാര്യങ്ങളെ പ്രതി നമ്മുടെ മനസ്സിനെ സാത്താൻ കീഴടക്കും. കാരണം അവൻ്റെ സ്വഭാവമാണ് നമ്മളിൽ ഇപ്പോൾ വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ സ്വഭാവമല്ല വിളങ്ങിക്കൊണ്ടിരിക്കുന്നത്. യേശുവിന് ഞാൻ ഇത്രയും വാഴ്ത്തി വിളമ്പിയാൽ എനിക്കെന്തോ, ഞാൻ എന്തോ പുട്ടടിക്കും എന്നുള്ള ചിന്ത യേശുവിനില്ലായിരുന്നു. അതുകൊണ്ട് യേശുവിൻ്റെ ആത്മാവല്ല അങ്ങനെയുള്ളൊരു വ്യക്തിയിൽ വിളങ്ങുന്നത് എന്ന് എനിക്ക് പറയുവാൻ കഴിയും. അത് ഒരു അത്യാഗ്രഹമാണ്, ഒരു അമിത ആഗ്രഹമാണ്, അതൊരു വല്ലാത്ത ഒരു ക്രേവാണ് എന്തിനോടും ഏതിനോടും. ചിലർക്ക് മ്യൂസിക്കിനോടായി, ദൈവികമല്ലാത്ത മ്യൂസിക്കിനോടായിരിക്കാം, ചിലർക്ക് പ്രത്യേക തരത്തിലുള്ള സംഗീതങ്ങളോടായിരിക്കാം, ചിലർക്ക് സിനിമയോടായിരിക്കാം, ചിലർക്ക് സീരിയലിനോടായിരിക്കും. അയ്യോ ഇപ്പൊ വാച്ച് നോക്കും. ആമേൻ 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 ആമേൻ. ഇപ്പൊ അടുത്ത ഒരെണ്ണത്തിനുള്ള ടൈം ആയോ എന്നുള്ളത് ആമേൻ നിങ്ങളിൽ ഇല്ലാത്തതിനായി സ്തോത്രം. അപ്പോൾ എങ്കിൽ ഹായ് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ മീറ്റിംഗ് പിന്നെ കേൾക്കാം, യൂട്യൂബിലുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇട്ടേച്ചു പോകും. സ്തോത്രം. അങ്ങനെയുണ്ടെങ്കിൽ ഓർക്ക് അതൊരു അത്യാഗ്രഹത്തിന്റെ ആത്മാവാണ്. സ്തോത്രം. എനിക്കൊന്നും മുന്നേ അറിയത്തില്ലായിരുന്നു. എനിക്കുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ശീലങ്ങൾ. എനിക്ക് ചില പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ടി വിയിൽ, പക്ഷെ അതിനെല്ലാം കട്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവിൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ സാധിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നോക്കിയേ, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, അമിതമാകുന്ന ആസക്തികൾ. ചിലർക്ക് റീൽസ് ആണ് താല്പര്യം, ചിലർക്ക് യൂട്യൂബിലെ ഇൻസ്റ്റയിലും റീൽസ് ആണ് താല്പര്യം. പക്ഷെ അതിനിടയ്ക്ക് എങ്ങാനും കല്ലിത്തട്ടി തെറിച്ചു വീണതുപോലെ ഒരു ദൈവ സന്ദേശം കയറി വന്നാൽ ചവിട്ടി തള്ളു അതിനെ മേളിലോട്ട്. മറ്റത് നമ്മൾ കൈകൊണ്ടാണ് സ്ക്രോൾ ചെയ്യുന്നത് അല്ലേ. ദൈവ സന്ദേശമോ ദൈവികമാകുന്ന ഗാനമോ വന്നാൽ കാലുകൊണ്ട് ഒറ്റ തൊഴി കൊടുക്കും മേളിലോട്ട്. ഇനി മേലെ വന്നേക്കരുതെന്ന്. കണ്ണുരുട്ടിയിട്ട് കാര്യമില്ല, യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ താല്പര്യം ഏതിനോടാണ്? ദൈവികമല്ലാത്തതിനോടാണ്. ദൈവത്തിനൊരു സ്പേസ് ഉണ്ടെങ്കിൽ ഞാൻ അതിനെ തൊഴിച്ച് മേളിലോട്ട് ഇടത്തില്ലായിരുന്നു. അതും കൂടെ ഒന്ന് കേട്ടുവിട്ടേനെ അല്ലേ. എന്തുവാ പുള്ളി ഒരു പണിയില്ലാതിരുന്ന് പറഞ്ഞത്, എന്തുവാ ഒരു വചനത്തിനകത്ത് എടുത്തിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ, നമ്മളൊന്ന് കേട്ടുവിട്ടേനെ. അപ്പൊ ദൈവത്തിന്റെ സ്പേസിനേക്കാൾ എൻ്റെ മനസ്സിൽ, എവിടെയാ മനസ്സിൽ, ഇതൊന്നും ആത്മാവിൽ നടക്കുന്ന കാര്യമല്ല, ഇതൊക്കെ മനസ്സിനകത്ത് നടക്കുന്ന കാര്യമാണ്. മനസ്സിൽ ദൈവത്തിന് ഒരു സ്പേസ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനെ തൊഴിച്ച് മേളിലോട്ട് വിടത്തില്ലായിരുന്നു. ഞാൻ അതിനും കൂടെ ഒരു സ്പേസ് കൊടുത്തേനെ. ഈ നമ്മളാ പറയുന്ന ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്ന്. ഹല്ലേലൂയ. അപ്പോൾ മാനസികമാകുന്ന തടവറകൾ ഇങ്ങനെയൊക്കെ നമ്മൾ അറിയുന്നില്ല. ഇതൊക്കെ തടവറകൾ. ഇത് അവൻ മെല്ലെ 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 മെരിക്കി. നമ്മൾ വീട്ടിലൊരു നായയെ പിടിച്ച് കെട്ടിയിട്ട്, അല്ലെങ്കിൽ വീട്ടിലൊരു നമ്മൾ വളർത്തു മൃഗത്തെ മേടിച്ചിട്ട് മെല്ലെ മെരിക്കി എന്ന് വിളിച്ചാൽ നമ്മുടെ മുമ്പിൽ വരത്തക്ക നിലയിൽ അതിനെ മെരിക്കി ആദ്യം സ്നേഹം കൊടുത്ത് സുഖം കൊടുത്ത് തടവി ഫീഡ് ചെയ്ത് ഒരാത്മീയനെ അവൻ്റെ വളർത്ത് ആക്കി വെച്ചിട്ട് നിന്നെ കൺട്രോൾ ചെയ്യുന്നവനാണ് അന്ധകാര ശക്തികൾ. അതൊരു മാനസിക ബന്ധനമാണ്. ഈ മനസ്സിനകത്ത് നിഷ്പ്രയാസം ഭയത്തെ ഡെവലപ്പ് ചെയ്യാൻ സാധാരണ കഴിയും. ഈ മനസ്സിനകത്ത് നിഷ്പ്രയാസം കുറ്റബോധം കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനെയുള്ള വ്യക്തികളെയാണ് കാണിച്ച് പോണോഗ്രഫിക്ക് അഡിക്റ്റ് ആക്കുന്നത്, വേണ്ടാത്ത വീഡിയോസിന് അഡിക്റ്റ് ആക്കുന്നത്, വേണ്ടാത്ത സ്വഭാവത്തിന്, രഹസ്യപാപങ്ങൾക്ക് അഡിക്റ്റഡ് ആക്കുന്നത്, പല നിലയിൽ ആൽക്കഹോളിക്കാക്കി മാറ്റുന്നത്. ആൽക്കഹോൾ നിർത്തിയ ഒരു വ്യക്തിയുടെ മുന്നിൽ മറ്റൊരു വ്യക്തി ഐസ് ക്യൂബ് ഇട്ട് എന്ന് പറഞ്ഞ് പാല് കുടിക്കുന്ന പോലെ കുടിക്കുന്ന കാണുമ്പോൾ പുള്ളിക്ക് മെല്ലെ ഒരു ഇളക്കം തട്ടും അകത്തേക്ക്. എന്നിട്ട് പറഞ്ഞാൽ അത് ഇപ്പം വരാമെന്ന് പറഞ്ഞൊരു ഒറ്റ പോക്ക് ബൈക്കും എടുത്തുകൊണ്ട് പോകും. തിരിച്ചു വരുന്ന 4 കാലിലായിരിക്കും. കാണുന്നുണ്ടോ പറയുന്ന കേട്ടോ. ഹല്ലേലൂയ. കണ്ടോ, ഒരു 30 സെക്കൻഡ് കൊണ്ട് പുള്ളിയെ പാല് കുടിക്കാൻ കൊതിപ്പിച്ചാണ്ടോ. ഇതാണ്. എന്നിട്ടോ ഈ പാപവും ചെയ്യിച്ചേച്ച് പിന്നെ കൊണ്ടിരുത്തിട്ട് എൻ്റെ പൊന്നു കർത്താവേ, ഞാൻ കഴിഞ്ഞ മാസം തീരുമാനം എടുത്തതാ, കുറ്റബോധം കൂടെ പുള്ളിയുടെ ഉള്ളിൽ കൊണ്ടിട്ട് പുള്ളി അങ്ങ് വീണ്ടും കുറ്റബോധം തീർക്കാൻ പിന്നെ അടുത്ത ബോട്ടിലെടുക്കാൻ പോകും. കുറ്റബോധം തീർക്കാൻ പിന്നെ അടുത്ത പാപം ചെയ്യാൻ കൊണ്ടുപോകും. കുറ്റബോധം തീർക്കാൻ പിന്നെ നിങ്ങളെ വീണ്ടും ഭയത്തിനകത്തോട്ട് കൊണ്ടുപോകും. ഇനി ദൈവം എന്നെ തള്ളുവോ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് വെട്ടുവോ, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ലേ, എൻ്റെ പേരിൽ ഇനിയും പൈശാചിക ശക്തികൾ അവകാശം, തുടങ്ങി ഇത് നമ്മളെ ഒരു മനോരോഗിയാക്കി മാറ്റി. ഹല്ലേലൂയ. ഇതാണ് മാനസിക ബന്ധനം. ഒത്തിരി പറയാനുണ്ട്. പിന്നെ നമ്മളൊരു ഒരു ഒപ്രഷനിലേക്ക് മാറ്റും സാത്താൻ. നമ്മളൊരു നിരാശയ്ക്കകത്തേക്ക് കൊണ്ട് ഇടിച്ച് തളർത്തിയിടും. പിന്നെ മോനെ അവിടുന്ന് കയറി വരണമെങ്കിൽ
പത്രോസ് ഒരു കൈയാണ് കൊടുത്തത്, നമ്മൾ 2 കൈയും 2 കാലും കൂടെ അങ്ങ് ഏൽപ്പിക്കണം കർത്താവിനെ. ഞാൻ ഇപ്പോഴും ഈ മീറ്റിങ്ങിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾ എത്ര പാപം ചെയ്തൊരു വ്യക്തിയാണെങ്കിലും നിങ്ങളെ കർത്താവ് കളയുകയില്ല. നീ ആ 2 കൈയും ഉയർത്തി, കർത്താവെ എന്നെ എടുക്ക്, എന്നെ ഉയർത്ത് ഈ പാപക്കയത്തിനകത്തെന്ന് പറഞ്ഞാൽ തമ്പുരാൻ നിന്നെ ഉയർത്തിയിരിക്കും. മൂന്നാമത്തെ കാര്യമാണ് വൈകാരികമാകുന്ന ബന്ധനങ്ങൾ, സോൾ ടൈസ്. എന്ത് സോൾ ടൈ? അൺഗോഡ്ലി സോൾ ടൈസ്. ഇതൊക്കെ നമ്മുടെ ആത്മീയ ബന്ധനമാണ്. ചില വ്യക്തികളോട് ഭയങ്കര, ചില ക്ലാസ്മേറ്റ്സിനോട്, ഒരു പെൺകുട്ടിയോട് തന്നെ ഭയങ്കരമാകുന്ന ബന്ധമായിരിക്കും. എന്ന് വെച്ചാൽ അവളുടെ ഒരു മെസ്സേജ് കണ്ടില്ലെങ്കിൽ നമ്മൾ വയലൻ്റ് ആകുന്നു. ഞാൻ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നിട്ട് ഉടനെ ബ്ലൂ ടിക്ക് വീണില്ലെങ്കിൽ വേറെ ആരോടോ ഇപ്പോൾ അവൾക്ക് ഉണ്ട് എന്നുള്ള ചിന്ത. ഫോൺ ക്ലിങ് 2 അടി അടിച്ചിട്ട് 2ാമത്തെ പക്കം ചാടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ പുള്ളി ഓടി വീട്ടിൽ എത്തും. അൺഗോഡ്ലി സോൾട്ട്. നിന്നെ വിവാഹം ആലോചിച്ച് വെച്ചേക്കുവാണോ? അല്ല. നിനക്കും അവർക്ക് തമ്മിൽ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ആളെന്താ? ക്ലാസ്മേറ്റ് ആണ്. ആളെന്താ? സിസ്റ്ററാണ്. മിക്സ്ചർ ആക്കരുത്, സിസ്റ്ററാണ്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തില്ലേ കുഴപ്പമുണ്ടോ? ഡബിൾ ടിക്ക് വീണില്ലേ കുഴപ്പമുണ്ടോ? ബ്ലൂ ടിക്ക് വീണില്ലേ കുഴപ്പമുണ്ടോ? പക്ഷേ എന്തോ എൻ്റെ ഫോൺ മാത്രം എടുക്കണില്ല, പക്ഷെ വിളിക്കുമ്പോൾ കോൾ വെയിറ്റിംഗ് ആണ്. എന്തോ ഒരു അൺഗോഡ്ലി ആയിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അൺഗോഡ്ലി ആയിട്ടുള്ളത് ബന്ധനമാണ്. ബന്ധമല്ല, ബന്ധനമാണ്. സ്കാൻ ചെയ്യണം, ബന്ധങ്ങളെ സ്കാൻ ചെയ്യണം. ബന്ധനമാണ്. നമുക്ക് അങ്ങനത്തെ ഒരു ബന്ധനം ഉണ്ടെങ്കിൽ, ബന്ധങ്ങൾ നല്ലതാണ്, ബന്ധനമാകരുത്. അത് പ്രാർത്ഥിക്കാനും ആകരുത്, പ്രാർത്ഥിപ്പിക്കാനും ആകരുത്. ബന്ധം നല്ലതാണ്, ബന്ധനമാകരുത്. ഹല്ലേലൂയ. അത് ശുശ്രൂഷിക്കുന്നത് നല്ലതാണ്. ആയുഷ്കാലം മുഴുവൻ ഞാൻ ശുശ്രൂഷിച്ചോളാന്ന് പറയരുതും താനും. ഹല്ലേലൂയ. ഗോഡ്ലി ആയിരിക്കണം. എല്ലാ ബന്ധങ്ങളും ഗോഡ്ലി ആയിരിക്കണം, ദൈവികമായിരിക്കണം. നമുക്ക് ചില വ്യക്തികളോട് ഒരു വല്ലാത്ത വൈകാരികമാകുന്നൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിലാകാം. ഒരു സ്നേഹം, ഒരു മകൻ്റെ സ്ഥാനം, ഒരു സഹോദര സ്ഥാനം, ഒരു ബ്രദറിൻ്റെ സ്ഥാനം ആകാം. പക്ഷെ അതിനപ്പുറമായി എന്തെങ്കിലും എന്നെ ഇങ്ങനെ തിക്കുന്നുണ്ട്, അടുപ്പിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്യണം. യേശുവിൻ്റെ മേൽ ഒരുപാട് പേര് തൊട്ടു. യേശുവിൻ്റെ മേൽ ശുശ്രൂഷയ്ക്ക് പോകുന്ന സ്ത്രീയും തൊട്ടു, പുരുഷനും തൊട്ടു. പക്ഷെ മറ്റൊരു വികാരം യേശുവിൻ്റെ ഉള്ളിൽ നിന്ന്, ഒരു ലസ്റ്റിൻ്റെ ഒരു ചിന്ത യേശുവിൽ നിന്ന് പുറപ്പെട്ടില്ല, അല്ലേ? അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ശരീരത്തെ പോലും ആത്മാവ് കൊണ്ട് കൺട്രോൾ ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അസാധാരണമാകുന്ന അനുസരണം. ഇന്ന് ആരെങ്കിലും ലസ്റ്റിൻ്റെ തോട്ടിൽ കിടക്കുന്നുണ്ടെങ്കിൽ, ദുഷ്കാമത്തിൻ്റെ, അമിതാസക്തിയുടെ പിടിക്കകത്ത് കിടക്കുന്നുണ്ടെങ്കിൽ, നിന്റെ അനുഗ്രഹങ്ങൾക്ക് അത് തടസ്സം, നിന്റെ അഭിഷേകത്തിന് അത് വലിയ ചോർച്ച, നിന്റെ പ്രാർത്ഥനയുടെ മറുപടികൾക്ക് അത് നിയമപരമായ സ്റ്റേ ഓർഡറാണത്. വൈകാരിക ബന്ധനം സൂക്ഷിക്കണം. 4ാമത്തെ കാര്യം പാരമ്പര്യ ബന്ധനം. എനിക്ക് പറഞ്ഞ് ഒത്തിരി സമയം എടുക്കാനുള്ള ടൈം ഇല്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞു പോകുന്നത്. പാരമ്പര്യമാകുന്ന ബന്ധനം, തലമുറകളിലൂടെ വരുന്ന ശാപങ്ങൾ പല നിലയിൽ. നമ്മുടെ അമ്മയപ്പന്മാർ, അവരുടെ അമ്മയപ്പന്മാർ, പൂർവ്വപിതാക്കന്മാർ ചെയ്ത പാപത്തിലൂടെ ആവർത്തന പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. കൈമാറി വരുന്ന ശാപങ്ങൾ നമ്മളെ ഒരു തടവറയ്ക്കകത്തൊരു മാനസികമായും ശാരീരികമായും നമ്മളെ രോഗം കൊണ്ടുവരും, ദാരിദ്ര്യം കൊണ്ടുവരും, കലഹം കൊണ്ടുവരും, പ്രശ്നം കൊണ്ടുവരും, അവരുടെ സ്വഭാവ രീതികൾക്കകത്ത് നമ്മളെ കൊണ്ടുപോകും. ആ നിലയിലുള്ള പാരമ്പര്യ ബന്ധനങ്ങൾ അതൊരു അദൃശ്യ ബന്ധനമാണ്. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ 5ാമത്തെ കാര്യം, ആവേശം, ഭയങ്കരമാകുന്ന ആവേശം. അത് ദുഷ്കാമം, അമിതമാകുന്ന ആസക്തികൾ. അത് മദ്യം കഴിക്കാനാണെങ്കിലും മറ്റെന്തെങ്കിലും പരിപാടികൾ ചെയ്യാനാണെങ്കിലും അമിതമാകുന്ന ആസക്തി ദൈവികമല്ല, അത് ബന്ധന കാരണമാണ്. ഇതിനെ തകർക്കാൻ പറ്റുമോ? ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ പറ്റുമോ? ഇത് പലവട്ടം ഞാൻ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിച്ചതാണ്, പലവട്ടം ഞാൻ പറഞ്ഞതാണ്. യേശുവിൻ്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്തിലും ഞാനിത് മുറിച്ച് കളഞ്ഞതാണ്. ഞാൻ അങ്ങനെയുള്ള മീറ്റിങ്സിനൊക്കെ പങ്കെടുത്തതാണ്. പിന്നെയും എന്നെ ഇത് എന്തുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശരീരവും മനസ്സും
വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലായകയാൽ അത് യേശുക്രിസ്തുവിൻ്റെ വരവോടുകൂടെ മാത്രമേ നടക്കൂ ഉള്ളതാകയാൽ ശരീരവും മനസ്സിനെയും എപ്പോഴും സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ശ്രമിക്കും. അത് ദൈവവും നന്നായി അറിയുന്നു. അതുകൊണ്ട് അവിടുന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. പകരം അതുകൊണ്ട് പറയുന്ന ആത്മാവ് കൊണ്ട് ശരീരത്തെ നിയന്ത്രിക്കുക, ആത്മാവ് കൊണ്ട് മനസ്സിനെ നിയന്ത്രിക്കുക, ആത്മാവ് കൊണ്ട് ആത്മമണ്ഡലത്തെ നിയന്ത്രിക്കുക. ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. നമ്മുടെ ആത്മമണ്ഡലം എവിടെയെങ്കിലുമൊക്കെ നമ്മളെ തിക്കുന്ന സാധനം കയറി നിൽപ്പുണ്ടോ എന്നുള്ളത് നല്ലതാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്നതെല്ലാം ആത്മീയമായി ശോധന ചെയ്യുന്നത് നല്ലതാണ്. എങ്ങനെ ഈ ബന്ധനങ്ങളെ തകർക്കാൻ കഴിയും എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ വായിച്ചു ഫിലിപ്പിയർ 2:10 യേശുവിൻ്റെ നാമത്തിലൂടെ നമുക്കിത് തകർക്കുവാൻ കഴിയും. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14 ഒന്ന് വന്നാട്ടെ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 14-15 വാക്യങ്ങൾ 14 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ അതിക്രമങ്ങളൊക്കെയും വാക്ക് കേട്ടായിരുന്നോ? പാസ്റ്റർ വിശുദ്ധനായതുകൊണ്ടല്ല നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ കർത്താവ് എന്നെ ആക്കിയത്, പക്ഷേ എൻ്റെ അതിക്രമങ്ങൾ ക്ഷമിച്ച ഒരു കർത്താവുണ്ട്. പറഞ്ഞു ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? എൻ്റെ അതിക്രമങ്ങൾ ക്ഷമിക്കുന്ന ഒരു കർത്താവുണ്ട്. എൻ്റെ അതിക്രമങ്ങൾ ക്ഷമിക്കുന്ന. അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എനിക്ക് യേശുവിനേക്കാൾ ഒരു ഗ്രേഡ് കൂടുതലാകട്ടോ എന്ന് പറയാൻ പറ്റുമോ? എനിക്ക് പറ്റൂല, ഭയങ്കര പേടിയാ. അപ്പോൾ പറയുന്നു അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും. കേട്ടോ, നമുക്ക് വിരോധം. കുഞ്ഞെ ഇപ്പോഴും ഉണ്ട് വിരോധം, ഇപ്പോഴും ഉണ്ട്. നിങ്ങളുടെ അയൽവക്കക്കാരനെ നിങ്ങൾക്ക് വിരോധിയാക്കി വെക്കുന്നത് അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പിരിറ്റാണ്. അതുപോലെ തന്നെ നിങ്ങളെ വെറുക്കുന്ന ഒരു സ്പിരിറ്റാണ്. പലരെയും പലരുടെ പ്രവൃത്തികളും വാക്കുകളും നമുക്ക് പ്രതികൂലമാക്കി വെക്കുന്നത് നിങ്ങളെ വെറുക്കുന്ന ഒരു സ്പിരിറ്റാണ്. അവർക്ക് യഥേഷ്ടം സ്വാധീനിക്കുവാൻ കഴിയുന്ന വ്യക്തിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു സ്പിരിറ്റ് ആയതുകൊണ്ടാണ്. നിങ്ങളെ വെറുക്കുന്നതും അവരെ കൺട്രോൾ ചെയ്യുന്നതും ഒരു സ്പിരിറ്റാണ്. അതുകൊണ്ടാണ് ചിലരെ നമുക്ക് വിരോധമാക്കുന്നത്, ചിലരുടെ വാക്കുകളെ നമുക്ക് പ്രതികൂലമാക്കുന്നത്, നമ്മളെ അനുഗ്രഹിക്കേണ്ടവർ പോലും നമ്മളെ ശപിച്ച് സംസാരിക്കുന്നത്, നമ്മളെ പ്രാർത്ഥിച്ച് വിടേണ്ടവർ പോലും നിനക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എന്തോ കാര്യമെന്ന് ചോദിക്കുന്നത്, നിങ്ങളെ വില ഇല്ലാത്തവനായി കാണുന്നത്, നാളു കുറെ ആയാലും ഇതിനെ കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ സൗഖ്യമായില്ലേ എന്ന് ചോദിക്കുന്നത്. മോനെ, നിനക്ക് മുഴുവൻ പ്രതികൂലമാക്കി വെച്ചിട്ട് നിന്റെ മനസ്സിനെ ആ വാക്കുകൊണ്ട് വശീകരിച്ച്, ചിന്തകളെയും വികാരങ്ങളെയും ആ വാക്കുകൊണ്ട് വശീകരിച്ച് മാനസിക തടവറയ്ക്കകത്താക്കി ഒരു നിരാശയിൽ കൂപ്പുകുത്തിച്ച് ദൈവത്തിന് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ ശത്രു വാദിച്ച് നിൽക്കുമ്പോൾ ഇന്ന് ആത്മാവിൽ ജീവനുള്ള ചില ദൈവമക്കൾ ഇതിനകത്തുണ്ടെങ്കിൽ ആ പ്രതികൂലത്തിന്റെ വാക്കുകളെ, ആ വെല്ലുവിളികളെ, ആ വിരോധത്തിന്റെ ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ കീഴ്പ്പെടുത്താൻ എല്ലാ പ്രതികൂലത്തിന്റെ വാക്കുകളെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ഇടിച്ചു കളയുക. എല്ലാ വിരോധങ്ങളെയും, മാനുഷിക വിരോധങ്ങളെ, എല്ലാ ദേശത്തിനകത്ത് വിരോധവും പകയും വൈരി കൊണ്ടുവന്നിരിക്കുന്ന സകല വൈരിയുടെ ബലത്തെയും യേശുവിന്റെ നാമത്തിൽ ഇടിച്ചു കളഞ്ഞ് ജയമെടുക്കുന്നു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ പരാജയം അനുഭവിച്ചു എന്നാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. ക്രൂശിൽ അവരുടെ മേൽ നാണം കെട്ടു എന്നാണ് എഴുതി വെച്ചേക്കുന്നത്. ബൈബിൾ ഉണ്ടോ? തുറന്നേ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:15 വായിച്ചേ. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഞാനൊരു പ്രവചന ശബ്ദം ഇതിനകത്ത് നെടുത്ത് സംസാരിക്കുകയാണ്. ഇന്ന് നിങ്ങളെ പരസ്യമായി നാണം കെടുത്തിയവർ, നിങ്ങളെക്കുറിച്ച് പരസ്യമായി പറഞ്ഞ് ചിരിച്ചവർ, നിങ്ങളെ പരസ്യമായി വെല്ലുവിളിച്ചവർ, അവർ കാണെ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടിയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സകലത്തിന്മേലും ജയമുണ്ടായി. നിങ്ങൾ പരസ്യമായ ഒരു സാക്ഷിയായി മാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. അപ്പൊ രണ്ടാമത് എന്താ നമുക്ക് ജയമെടുക്കാനുള്ളത്? യേശുവിന്റെ ക്രൂശിന്റെ ശക്തിയാണ്. ഒന്നാമത്, ഈ ആത്മീയ ബന്ധനത്തിൽ നിന്ന് ജയമെടുക്കുവാൻ യേശുവിന്റെ നാമം പര്യാപ്തമാണ്. രണ്ടാമത്, ക്രൂശിന്റെ ശക്തി പര്യാപ്തമാണ്. മൂന്നാമത്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞുള്ള പ്രാർത്ഥന. യൂദായുടെ ലേഖനം
അതിൻ്റെ 20-ാമത്തെ വാക്യം, ആകെ ഒരു അധ്യായമേ ഉള്ളൂ. അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ ആരാധിക്കാൻ പറയുന്നുണ്ട്. എനിക്ക് എടുക്കാനുള്ള സമയമില്ല. ആത്മാവിൽ ആരാധിക്കാൻ പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പ്രാർത്ഥിക്കുന്നതിലൂടെ നമ്മൾ അങ്ങനെയൊക്കെയുള്ള സ്പെഷ്യൽ പ്രെയർ വെച്ചാൽ ചിലരെങ്കിലുമൊക്കെ മുങ്ങും. കാര്യം എന്താ? എനിക്ക് ആ ഭാഷ മനസ്സിലാവുന്നില്ല. അന്യഭാഷ പ്രാർത്ഥനയെ ഭയങ്കര വല്ലാത്ത രീതിയിൽ നോക്കുന്നവരുണ്ട്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഏറ്റവും കൂടുതൽ റിസൾട്ട് കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണ് അന്യഭാഷയിലെ പ്രാർത്ഥന. 4-ാമത്തെ ആത്മീയ ആയുധം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പറയുന്ന ആയുധങ്ങളാട്ടോ, ആ ബന്ധനത്തെ തകർക്കാനുള്ള ആത്മീയ ആയുധങ്ങളാണ് പറയുന്നത്. 4-ാമത്തെ ആയുധമാണ് വേർഡ് ഡിക്ലറേഷൻ, വേർഡ് പ്രൊക്ലമേഷൻ. വചനത്തെ റിലീസ് ചെയ്യുക. യോഹന്നാന്റെ സുവിശേഷം 8:32 കൂടെ നോക്കിയിട്ട് നമുക്ക് ആശീർവാദം പറയാം. യോഹന്നാന്റെ സുവിശേഷം 8:32 നോക്കുമ്പോൾ അവിടെ ഇങ്ങനെ കിടക്കുന്നു: സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. എന്താ സത്യം? ദൈവത്തിൻ്റെ വചനമാണ് സത്യം. വചനം പറയുന്നതാണ് സത്യം. ആ സത്യം അറിയുകയും അറിയുന്ന സത്യം സ്വതന്ത്രമാക്കുകയും ചെയ്യും. ഇന്നൊരു സ്വാതന്ത്ര്യത്തിനല്ലേ നിങ്ങൾ ഈ വചനം ഇതുവരെ കേട്ടെ? സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ പലതും വിശ്വാസത്തിൽ എഴുതിയിട്ടത് കമന്റിനകത്ത് അല്ലേ? അപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്നു ഈ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കണം. നിങ്ങൾ സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നത് കൊണ്ടും ഒരു തടവറ പൊളിക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ എല്ലാത്തിനും ആമേൻ പറഞ്ഞത് അല്ലേ? ദൈവം ആഗ്രഹിക്കുന്നു നീ അറിഞ്ഞ സത്യം നിന്നെ സ്വതന്ത്രമാക്കണം. ഹല്ലേലൂയ. തിരുവെഴുത്ത് പറയുന്നു, ദൈവം സ്വതന്ത്രമാക്കിയ ഒരു വ്യക്തി പിന്നെ ദാസനായ ചരിത്രമില്ല ഒന്നിനും. 33-ാമത്തെ യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായം അതിൻ്റെ 33-ാമത്തെ വാക്യം നോക്കി, അവനോട് ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, ആർക്കും ഒരു നാളും ദാസന്മാരായിരുന്നിട്ടില്ല. നിങ്ങൾ സ്വതന്ത്രന്മാരാകും എന്ന് നീ പറയുന്നത് എങ്ങനെയെന്ന് ഉത്തരം പറഞ്ഞു. നോക്കി, മനുഷ്യർക്ക് ചിന്തിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ അത്യാവശ്യം വെൽ സെറ്റിൽഡ് ആയ ആളാണ്, ഞങ്ങളൊന്നും അങ്ങനെ ആരുടെയും മുമ്പിൽ തലകുനിഞ്ഞ ചരിത്രമില്ല, ഞങ്ങൾ അത്യാവശ്യം ഒരു പൊസിഷനിൽ ഞങ്ങൾ ജീവിക്കുന്ന വ്യക്തിയാണ്, സമൂഹത്തിൽ അത്യാവശ്യം എനിക്ക് മാനവും സ്ഥാനവും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ആരൊക്കെയോ ഞങ്ങൾ ആർക്കും കീഴ്പ്പെട്ടവരല്ല, ഞങ്ങൾ ആരേക്കാൾ കുറഞ്ഞവരല്ല എന്നൊക്കെയുള്ള ഒരു വ്യർത്ഥ ചിന്തയുണ്ട്. ഇത് ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു, യോഹന്നാന്റെ ശിഷ്യന്മാർക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ അബ്രഹാമിൻ്റെ സന്തതി, മുതുമുത്തച്ഛന്മാർ മുതൽ ഞങ്ങൾ അങ്ങനെയാ, ഞങ്ങൾ ആർക്കും ഒരു നാളും ദാസന്മാരായിട്ടില്ല. പിന്നെ നീ എന്തുവാ ഈ പറയുന്ന പുതിയൊരു സുവിശേഷം? ഞങ്ങൾ സ്വതന്ത്രരാകുമെന്ന്, ഞങ്ങൾ എന്തോ അപ്പോൾ ബന്ധിക്കപ്പെട്ടു എന്നാണോ യേശുവെ നീ പറഞ്ഞിരിക്കുന്നേ എന്ന് ചോദിച്ച ഒരു ചരിത്രം യേശുവിൻ്റെ കാലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നും അതുപോലുള്ള ദൈവമക്കൾ നമുക്കിടയിലുണ്ട്. അവരറിയുന്നില്ല അവരെന്തുകൊണ്ട് അവരെവിടെയാ കുടുങ്ങിക്കിടക്കുന്നതെന്ന് അറിയത്തില്ല. അവരുടെ ജീവിതത്തിൽ ഒരു സൈക്ലിംഗ് പോലെ ഈ സാധനം ഇങ്ങനെ ആഞ്ഞടിച്ച് വന്നാൽ ഇതൊക്കെ സർവ്വസാധാരണമാണ് എന്ന ഒരു കാറ്റഗറിക്കകത്ത് പെട്ട് അവനെ തന്നെ വഞ്ചിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ വെളിപ്പാട് ലഭിച്ച ഒരു ദൈവ പൈതലിനറിയാം ഇത് സാധാരണമല്ല, ഈ പരാജയം സാധാരണമല്ല, ഈ പോരാട്ടം സാധാരണമല്ല, ഈ തടസ്സം സാധാരണമല്ല, ഇതിൻ്റെ പുറകിൽ എന്തോ ഉണ്ട്. അറ്റ്ലീസ്റ്റ് പ്രാർത്ഥിച്ചു നോക്കുന്നൊരു വ്യക്തിക്ക് അത് പിടിക്കാൻ കഴിയും. ഇന്ന് കർത്താവ് നിങ്ങളോട് പറയുന്നു, പുത്രൻ 36-ാമത്തെ വാക്യം, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. പറഞ്ഞേ, പുത്രൻ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ ഞാൻ സാക്ഷാൽ സ്വതന്ത്രൻ ആകും. എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ട് ആ തടവറ പൊളിച്ച് പുറത്തു വരാൻ? ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള ഇതൊക്കെ അദൃശ്യ ബന്ധനങ്ങളാണ്. മനസ്സിനകത്തൊരു ബന്ധനം കയറി ആർക്കും കാണാൻ പറ്റത്തില്ല. അയ്യോ നിന്റെ മനസ്സിൽ എന്താടാ ആ ബന്ധനം എന്നാരെങ്കിലും ചൂണ്ടിക്കാണിച്ച ചരിത്രമുണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, നീ എന്താടാ ഇങ്ങനെ ചോദിക്കാറില്ലേ? അത് ഇങ്ങനെ ഒരു സൈനാണ്. നമ്മുടെ മനസ്സിനകത്ത് എന്തോ ഒരു ബന്ധനം കയറി പറ്റിയിട്ടുണ്ട്. അത് പാപമാണെങ്കിൽ, അതൊരു ശാപമാണെങ്കിൽ, അതൊരു വിച്ച് ആണെങ്കിൽ, അതൊരു ഏതെങ്കിലും തരത്തിലുള്ള അൺഗോഡ്ലി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ പൊട്ടിച്ചെറിയാൻ നാം വിളിക്കപ്പെട്ടവരാണ്. പൗലോസും ശീലാസും തടവറയ്ക്കകത്ത് കിടന്നത് അത് സാധാരണമായിട്ട് അവർക്ക് തോന്നാത്തോണ്ടാണ് അവരാത്മാവിൽ പ്രാർത്ഥിച്ച് കാരാഗ്രഹം തകർത്തത്. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ടൊരു മനുഷ്യനാണെങ്കിലും ആ മനുഷ്യൻ്റെ ലൈഫിൽ ഒരു പ്രിസൺ ലൈഫ് വന്നപ്പോൾ അത് തൻ്റെ സമയത്തെ ചോർത്തിക്കളയുന്ന, കാലങ്ങളെ കെട്ടിക്കളയുന്ന ഒരു സ്പിരിറ്റാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇരുമ്പറകൾ പൊളിച്ച് 4 ഇരുമ്പ് വാതിലുകൾ പൊളിച്ച് ഓടാമ്പലുകളെ തകർത്ത് ദൂതൻ വന്ന്
പുറത്ത് കൊണ്ടുവന്നത്. ലാസർ സമയത്തിന് മുൻപേ മരിച്ചുപോയത് അത് സാധാരണമല്ല എന്ന് യേശു അറിഞ്ഞതുകൊണ്ട് മാത്രമാണ്. ആ മനുഷ്യൻ മരിക്കേണ്ട സമയമായില്ല, ആ മനുഷ്യൻ ഭൂമി വിട്ടു പോകേണ്ട സമയമായില്ല, ആ മനുഷ്യൻ്റെ ശുശ്രൂഷ തീർന്നില്ല എന്ന് യേശു അറിഞ്ഞതുകൊണ്ടും അത് ദൈവനാമ മഹത്വത്തിനായി അത് ചെയ്തതാണെന്ന് അറിഞ്ഞതുകൊണ്ടാണ് വന്ന് ലാസറിനെ ഉയർപ്പിച്ചത്. അപ്പം തടവറകൾ പൊളിച്ചവർ തിരുവെഴുത്തിനകത്ത് ധാരാളമായിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ നമുക്കും തടവറകൾ പൊളിക്കുവാൻ കഴിയും. യേശുവിൻ്റെ ക്രൂശിൻ്റെ ശക്തിയാൽ നമുക്കും തടവറകൾ പൊളിക്കുവാൻ കഴിയും. യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ ഈ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുവാൻ കഴിയും. ഇന്ന് നിങ്ങളത് ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കിപ്പോൾ പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാകട്ടെ. അപ്പോൾ തന്നെ ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്കൊരു ലൈക്ക് കൊടുക്കുവാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്കൊരു ലൈക്ക് കൊടുക്കുവാൻ കഴിയും. നിങ്ങൾക്ക് മറ്റുള്ളവർക്കും ഈ സന്ദേശം ഷെയർ ചെയ്യുവാൻ ദൈവത്തിന് നിങ്ങളെ ഉപയോഗിക്കാൻ മനസ്സുണ്ട്. ആമേൻ പറഞ്ഞാട്ടെ. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ച്, എല്ലാ ദൈവമക്കളും കണ്ണുകൾ അടച്ച് ഈ ബന്ധനം പൊളിയാൻ, അദൃശ്യമാകുന്ന എല്ലാ ബന്ധനങ്ങളും പൊളിയാൻ ആത്മാവിലൊന്ന് പ്രാർത്ഥിച്ച്. ആത്മാവിലൊന്ന് ചില സെക്കൻഡുകൾ അന്യഭാഷകളിലൊന്ന് പ്രാർത്ഥിച്ച്, അന്യഭാഷകളിലൊന്ന് പ്രാർത്ഥിച്ച്. റാബ്ധന റഗല മധുരിബിയാൽ അധുരരഗത ശബ്ദേരിഗദൽ ഘനഗത ജഗൽഖരം റാംസനേഗദഗ ശബ്ദേരിഗദരഗദഗ ജാലക മധുരിബി അർദ്ധേരിഗദ രഗൽഖനാദ രഗദ ജതുനിബിഗദഗ ശബ്ദേ. ആത്മാവിൽ പ്രാർത്ഥിച്ചാൽ എല്ലാവരും ഓ റമന ഷൈഡമനഗദുനിബി വിദിഗദഗ ശബ്ദേ അർദ്ധുനാരഗദല രഗദ ശമ. ആത്മമണ്ഡലം തുറക്കപ്പെടട്ടെ. സ്പിരിറ്റിലൊരു ഫ്രീഡം അനുഭവിക്കട്ടെ. സ്പിരിറ്റിലൊരു ഫ്രീഡം അനുഭവിക്കട്ടെ. സ്പിരിറ്റിലൊരു ഫ്രീഡം. റാംസഖെമെനെ റാംസഠിഗമ ഹോളി സ്പിരിറ്റ് ലബ്രഡിഗനഗദഗ ശബ്ദേരിഗദരഗദ ജാനദരഗദുനിബിദിഗദഗ. ചില വ്യക്തികളുടെ മേൽ ആത്മശക്തി അടിക്കുന്നു. അത് മനസ്സിലേക്ക് കടന്നു ചെല്ലട്ടെ. ആ ആത്മശക്തി മനസ്സിലേക്ക് കടന്നു ചെല്ലട്ടെ. ആത്മശക്തി ബുദ്ധിയിലേക്ക് കടന്നു ചെല്ലട്ടെ. ആത്മശക്തി ഇവരുടെ ജീവനിലേക്ക് കടന്നു ചെല്ലട്ടെ. ആത്മശക്തി ശരീരങ്ങളിലേക്ക് കടന്നു ചെല്ലട്ടെ. ആത്മശക്തി ബോധ മനസ്സിലേക്ക്, ഉപബോധ മനസ്സിലേക്ക്, ബോധ മനസ്സിലേക്ക് കടന്നു ചെല്ലട്ടെ. റാംസഗദര മധുരിബിദിഗദ ജഗാന ഘടക ശബ്ദര അർത്ഥേ നിഗദല രഗൽഖരാദ രഗദ ജഗദർഗ മധുരരഗദ ശബ്ദേ അർത്ഥേ നിഗദല രഗദ ശഗദര ലബദിരി ഘടക ശബ്ദന. ഇപ്പോൾ തന്നെ ആത്മാവിൽ തീ ഇറങ്ങട്ടെ. In the name of Jesus. എല്ലാ കയറുകളും യേശുവിന്റെ നാമത്തിൽ പൊട്ടി തുറങ്ങട്ടെ. എല്ലാ കയറുകൾ, മനസ്സിന്റെ ബന്ധനങ്ങൾ, ശരീരത്തിലെ ബന്ധനങ്ങൾ, ചിന്തയിലെ ബന്ധനങ്ങൾ, ആത്മാവിലെ ബന്ധനങ്ങൾ, എല്ലാ തടവറകൾ, എല്ലാ ungodly soul ties യേശുവിന്റെ നാമത്തിൽ crush in the mighty name of Jesus. എല്ലാ അന്ധകാരത്തിന്റെ സകല സഞ്ചാരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബന്ധിക്കുകയാണ്. ഓ ജീസസ്. In the name of Jesus. ഒരു സ്വാതന്ത്ര്യം സ്പിരിറ്റിൽ അനുഭവിക്കുക. സോളിലേക്ക് വെളിപ്പെടട്ടെ, ശരീരത്തിലേക്ക് വെളിപ്പെടട്ടെ. കർത്താവിനോട് പറയുന്നു, ഒരു പുനർജനനം, രണ്ടാമത്തൊരു ജനനം ഇതിനകത്ത് നടക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത് സംഭവിക്കട്ടെ. Power. ദൈവശക്തി ചിലരെ സ്വതന്ത്രമാക്കുന്നു. ദൈവശക്തി ചില മക്കളെ സ്വതന്ത്രമാക്കുന്നു. ദൈവം കണ്ടവനെ പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നെങ്കിൽ അവനെ ഇതിനകത്ത് വെച്ച് ആത്മാവ് സ്വതന്ത്രമാക്കുന്നു. ഇതിനകത്ത് വെച്ച് പരിശുദ്ധാത്മാവ് സ്വതന്ത്രമാക്കുന്നു. Right now. In the mighty. നിങ്ങളുടെ സകല മേഖലകൾ, നിങ്ങളുമായി ബന്ധപ്പെട്ട സകല മേഖലകൾ, സാമ്പത്തിക മേഖലകൾ, വിദ്യാഭ്യാസ മേഖലകൾ, ആരോഗ്യ മേഖലകൾ, ജോലി മേഖലകൾ, ബന്ധങ്ങൾ, ശുശ്രൂഷകൾ, ദൈവമായിട്ടുള്ള ബന്ധങ്ങൾ, സകലത്തിന്റെ മേലുമുള്ള ചങ്ങലകൾ പൊടട്ടെ. അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ഇതിന് വിരോധമായി കെട്ടിയ സകല കെട്ടും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പൊളിക്കുന്നു. യേശുവിന്റെ രക്തത്തിൻ ശക്തിയിൽ തകർക്കുന്നു. ക്രൂശിന്റെ ശക്തിയിൽ ജയമെടുക്കുകയാണ്. ചില മക്കളെ ദൈവ സാന്നിധ്യം പൊതിയുന്നു. ചില ദൈവമക്കളെ ദൈവ സാന്നിധ്യം ഇറങ്ങി പൊതിയുന്നു. നിന്നെ പുതിയൊരു പുതപ്പ് നിന്റെ മേൽ ദൈവം പുതയ്ക്കുന്നു. എനിക്കത് സ്പിരിറ്റിൽ അറിയാൻ കഴിയുന്നുണ്ട്. പുതിയ പുതപ്പ് ചിലരുടെ മേൽ പൊതിപ്പിക്കുന്നു. നിന്ന എന്ന വസ്ത്രം മാറുന്നു. അപമാനം എന്ന വസ്ത്രം മാറുന്നു. നിരാശ എന്ന വസ്ത്രം മാറുന്നു. പുതിയൊരു പുതപ്പ് വിശ്വസിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവ് നിങ്ങൾ മനസ്സിൽ കെട്ടിവെച്ചത് അഴിച്ചുവിട്.
യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ചിന്തയ്ക്കകത്ത് ഒതുക്കി വെച്ചത് അഴിച്ചുവിട്. ഓ, തീരുമാനങ്ങൾ മാറട്ടെ, മനോഭാവങ്ങൾ മാറട്ടെ, മൈൻഡ് സെറ്റ് ചേഞ്ച് ആവട്ടെ, ഒരു കിങ്ഡം മൈൻഡ് സെറ്റിലേക്ക് കയറട്ടെ. ജീസസ് ലെഖോനോ ബോസന്റേ ലെബ്രഗസറ്റൽ ബറക. യഹോവ, തടയപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങളും യേശുവിന്റെ നാമത്തിൽ തടസ്സം തകർത്ത് റിലീസാക്കി റിസീവ് ചെയ്യുന്നു. ദൈവശക്തിയാൽ ലബദ ശകേന തി റബചാലോ ദർഗസിയ അർഥേരിയാം ദേ റിഖമനശം. പവർ പവർ പവർ. ശബബമനരഗദ ജാനദേര ശന്ദേരിയാന്തനെ ബ്രിഗദരല മധുരി വിവിധിക ശന്ദേരിഗദഗഡഗ ശൈഡ അർത്ഥേനിഗദഗലഗദിരി മിനിമിനിഗദഗ ജനഗദിഗ തുരിരി വിധിവിധിഗദഗ ശന്ദേ അൽമതലരഗദ ജദുനി വിധിഗദഗ ശഗദരബദബബരിഗദബ. ഈ സെക്കൻഡിൽ നിലനിൽക്കുന്ന സകല ആമേൻ ഈവിൽ പ്രഷറുകളും യേശുവിന്റെ നാമത്തിൽ തകർത്ത് ജയമെടുക്കുന്നു. എല്ലാ അൺഗോഡ്ലി സോൾ പ്രഷേഴ്സ് യേശുവിന്റെ നാമത്തിൽ ക്രഷ് ചെയ്യുന്നു. എല്ലാ ഈവിളൈസ് യേശുവിന്റെ നാമത്തിൽ അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് തകർത്ത് കളയുന്നു. എതിർപ്പുകൾ തകർക്കുന്നു, അസൂയകൾ തകർക്കുന്നു, മുന്നേറ്റത്തെ തടഞ്ഞു നിർത്തിയത് യേശു നാമത്തിൽ തകർത്ത് റിലീസ് ആക്കുകയാണ്. ഡെലിവറൻസ് ഡിക്ലെയർ ചെയ്യുന്നു. വിശ്വസിക്കുന്ന ജനത്തെ തൊട്ട ദൈവമേ, വിശ്വസിക്കുന്ന ജനത്തെ തൊട്ട ദൈവമേ, വിശ്വസിക്കുന്ന ജനത്തെ തൊട്ട ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹിമപ്പെടുത്തുന്നു. അവിടുത്തെ ദിവ്യമാകുന്ന സാന്നിധ്യം ഞങ്ങൾക്ക് തന്ന ആ മഹാകരുതലിനായി, ആ ദൈവ സാന്നിധ്യത്തിന് തന്ന അനുവാദത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മുന്നിലിരിക്കുന്ന ഓരോ ജനവും കർത്താവും രക്ഷകനുമാകുന്ന യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. സ്തോത്രം. ബന്ധനങ്ങൾ തകർന്നിരിക്കുക, കെട്ടുകൾ പൊട്ടിയിരിക്കുക. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളെ പുതപ്പിച്ച പുതുവസ്ത്രത്തിനായി സ്തോത്രം. മഹത്വവും മാനവും അങ്ങേക്ക്, യേശുവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. നിങ്ങൾക്ക് ഈ മീറ്റിംഗ് അനുഗ്രഹമാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക, മറ്റുള്ളവർ കൂടെ ഷെയർ ചെയ്യുക. ഞങ്ങളുടെ റെഗുലർ മീറ്റിംഗ് രാവിലെയും വൈകുന്നേരവും 6:30 നടക്കുന്നു. മീറ്റിങ്ങിൽ പങ്കെടുക്കാനും അതിൻ്റെ ലിങ്കുകൾ നിങ്ങൾക്ക് റിസീവ് ചെയ്യാനും താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനലിൽ വാട്സാപ്പിൻ്റെ ഒരു കമ്മ്യൂണിറ്റി ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമ്മ്യൂണിറ്റി ലിങ്ക് കാണാം. നിങ്ങൾക്ക് ആ ലിങ്കിലൂടെ ഞങ്ങളുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ചെയ്യുന്ന സാക്ഷ്യങ്ങൾ ഞങ്ങളെ നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ അറിയിക്കാം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലൂടെ അറിയിക്കാം. കർത്താവ് നിങ്ങളെ മേൽക്കുമേൽ വർദ്ധിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും വളർത്തുകയും പരിപാലിക്കുകയും തൻ്റെ രാജ്യത്തിനായി ഉപയോഗിക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവ് തൻ്റെ ചിറകടിയിൽ എല്ലാ ദൈവമക്കളെ സൂക്ഷിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.